ഇത്തവണ ഓണത്തിന് ഇതേ രീതിയിൽ ഒരു മധുരപ്പച്ചടി ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അതിനായിട്ട് ഒരു കടായിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളും ഒരു ഏത്തപ്പഴം കൂടി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. തിള വരുമ്പോൾ 10-12 കാഷ്യൂസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല വെന്ത് കിട്ടും അപ്പോഴേക്കും. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ ഉണ്ടാകുന്ന വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങയിൽ 5-6 കടുകിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചതും 10 കഷ്ണം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റുള്ള പച്ചടി റെഡിയായി. അപ്പോൾ ചാനലിൽ ഫുൾ വീഡിയോ ഉണ്ട്.